Good morning and greetings in Jesus' name. നമ്മൾ മുടിയനായപ്പത്തിൻ്റെ കാര്യം വായിക്കുമ്പോൾ രണ്ട് ഉടമ്പടിയാണ് കാണിക്കുന്നത്. മൂത്തുപുത്രൻ കാണിക്കുന്നത് പഴയ ഉടമ്പടി, യഹൂദിൻ്റെ കർത്താവുള്ള റിലേഷൻഷിപ്പ്. പുതിയ നിയമം കാണിക്കുന്നത് പാപിയായ മനുഷ്യന് ഉണ്ടാകുന്ന മാനസാന്തരവും അതിനുശേഷം ദൈവമായിട്ടുണ്ടാകുന്ന ബന്ധവും. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം, അവൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. അവൻ്റെ പ്രവൃത്തി എന്താ? അവൻ സുബോധം വന്നു എന്ന് പറഞ്ഞാൽ അവന് മാനസാന്തരപ്പെട്ടു. ഇനി ഞാൻ അതിനോട്ട് പോകത്തില്ല, കാരണം എനിക്ക് മതിയായി, ഞാൻ എൻ്റെ അങ്ങേയറ്റം കണ്ടു, ഇനി എനിക്ക് ആ ജീവിതം വേണ്ട. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. യഥാർത്ഥമായ സന്തോഷം എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലാണെന്നുള്ള തിരിച്ചറിവ് അവന് വന്നു. മൂത്തപുത്രൻ കാര്യം പിതാവിൻ്റെ സന്നിധിയിൽ വർഷങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ചട്ടപ്രകാരം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നുവരെയും ആ സന്തോഷം, ദ ജോയ് ഓഫ് സാൽവേഷൻ, കർത്താവ് പറഞ്ഞു റിജോയ്സ് ഇൻ മീ ഓൾവേസ്, കർത്താവിൽ സന്തോഷിപ്പിക്കും, റിജോയ്സ് ഇൻ ദ ലോർഡ്. അത് ഈ മൂത്തപുത്രന് വന്നിട്ടില്ല. കാര്യം എന്താ? പിതാവിൻ്റെ അവനോട് മോശമായിട്ട് ചെയ്തിട്ടാണ്. അവൻ്റെ മനസ്സിലൊരു കോൺസെപ്റ്റ്, അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റ് കിടക്കുക പിതാവിനെ കുറിച്ച്. അതിന് പിതാവിന് എന്നെ ചെയ്യാൻ പറ്റും? പിതാവ് അത് ഗ്രഹിക്കാനാകുന്നത് നോക്കിയിട്ടുണ്ട്, പിതാവ് തന്നെ സ്നേഹം കാണിക്കാനാകുന്നത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവന് പിടികിട്ടുണ്ടേ? കാരണം ഇവന് റിലേഷൻഷിപ്പിലേക്ക് വരുന്നില്ല, റൈറ്റ് റിലേഷൻഷിപ്പ്. ഞാൻ മകനാണെന്നുള്ള തിരിച്ചറിവ് ഇവന് കിട്ടുന്നില്ല. ഇവനെന്തൊക്കെയോ ചെയ്ത് പിതാവിനെ പ്രസാദിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ കണക്ക് പറഞ്ഞത്, ഞാൻ എത്ര നാളായിട്ട് നിനക്ക് ദാസ്യവേല ചെയ്യുക. ഒരു മകൻ പറയുന്ന വർത്തമാനമാണോ അത്? അതേസമയം ഇളയമാനോ ശരിയാണ്, മുഴുവൻ നശിപ്പിച്ചു. പക്ഷേ എൻ്റെ പിതാവിൻ്റെ സ്നേഹം എനിക്കറിയാം. അപ്പം നമ്മുടെ ബന്ധം എപ്പോഴും ഇതായിരിക്കണം. കാര്യം നമ്മൾ കുറവുള്ളവരാണ്, ബലഹീനതകളും വീഴ്ചകളുള്ളവരാണ്. അതും പറഞ്ഞുകൊണ്ട് കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാലോ? അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നാലോ? നമുക്ക് ചിലപ്പോൾ തൃപ്തി കിട്ടുക, ഞാനത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ഇന്നലെ വേണ്ടാത്തൊന്നും ചെയ്തില്ല, ഇന്നലെ ഒരു ദിവസം ഞാൻ പിടിച്ചു നിന്നു, നമുക്ക് കുറച്ച് തൃപ്തിയാണ്. പക്ഷെ പിതാവ് നോക്കുന്നത്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് നോക്കുന്നത്, നമ്മളാ ചെയ്യുന്നത് സ്നേഹത്തിലാണോ അനുസരിക്കുന്നത്? ഇല്ലെങ്കിലോ? എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുസരിക്കുന്നു കർത്താവ് പറയുമ്പോൾ അവിടെ അനുസരണമില്ലെന്നാണ് അതിനർത്ഥം. പലരുടെയും ഈ തെറ്റിദ്ധാരണ, കർത്താവ് നമുക്ക് ഫ്രീഡം തന്നു, സ്നേഹമാണ്, സ്വാതന്ത്ര്യം തന്നു, അപ്പോൾ ഇനി എന്ത് തോന്നിവാസം ചെയ്യും. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് യഥാർത്ഥമായിട്ടുള്ള ബന്ധമുള്ളവൻ സ്നേഹത്തിൽ അനുസരിക്കുന്നു. ഒരു നല്ല ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നത് ആ യഥാർത്ഥമായിട്ട് ഭർത്താവിനുള്ള സ്നേഹത്തിലാണ്. എൻ്റെ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല, എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ചിലപ്പോൾ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഞാനത് ചെയ്യും. അവിടുത്തെ മനോഭാവം സ്നേഹം. അപ്പോൾ കർത്താവുമായിട്ട് നമുക്കുണ്ടാകേണ്ട ബന്ധം ഒന്നുകിൽ ഒരു ചൈൽഡ് ലൈക്ക് റിലേഷൻഷിപ്പ്, മകൻ, പുത്രൻ. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ മുഴുവൻ അതായിരുന്നു. അടിമത്തത്തിൻ്റെ ആത്മാവ് ഭയത്തിലേക്ക് നടത്തുന്നു, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അനുസരിച്ചില്ലെങ്കിൽ കാര്യം പോക്കാം. എന്താ പറയാ, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ്. അപ്പം വീണ്ടും ഭയം വരുവാണ്. അതിൻ്റെ അർത്ഥം എന്താ? പിടിയിട്ടിട്ടില്ല. അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ നിറവ്, പരിശുദ്ധാത്മാവാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യം തരുന്നത് കേട്ടോ. നമ്മൾ മകനാണെന്നുള്ള ഉറപ്പ് വരുന്നത് പരിശുദ്ധാത്മാവ്. അത് വന്നിട്ടില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ഉപവസിക്കുന്നുണ്ട്, ബൈബിൾ ഒത്തിരി പഴയ നിയമം കംപ്ലീറ്റ് കാണാതറിയാം. ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, നമ്മൾ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ ഒരു വീഡിയോ അയച്ചു. അതിനകത്ത് ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരു റിവൈവൽ നടക്കുന്നു, ഞാൻ കണ്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തില്ല. അതിനെക്കുറിച്ചുള്ള ഒരു പ്രശസ്തനായ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ്റെ കമൻസാണ്, ബാംഗ്ലൂരിലുള്ള ഒരു ദൈവദാസൻ്റെ കമൻസാണ്. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം
റിവൈവൽ എന്ന് പറയുന്നത് നമ്മൾ കൂടി പാട്ടുപാടുക, ആരാധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വർഷിപ്പ് ചെയ്യുക, അതല്ല റിവൈവൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്നത് മുഴുവൻ പഴയ നിയമത്തിൽ നെഹമ്യയുടെ കാര്യത്തിൽ നെഹമ്യ ചെയ്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ റിവൈവൽ എന്താണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നടക്കുന്ന റിവൈവൽ അല്ല, റിവൈവൽ ആണെങ്കിൽ അവിടെ സ്ക്രിപ്ചർ പഠിപ്പിക്കും, അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡ് ഉണ്ടാവും. നെഹമ്യയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ഞാനിപ്പോൾ എക്സാക്ട്ലി ഓർക്കുന്നില്ലത്, നെഹമ്യ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റിപ്ലൈ അയച്ചു, എന്നോടൊപ്പം ഇതിനെക്കുറിച്ചൊരു എൻ്റെ ഒരു കമൻസ് ജസ്റ്റ് ചോദിച്ചത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ കുറേ യോജിക്കുന്നുണ്ട്. കാരണം റിവൈവൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഈ കാണുന്നതല്ല. പക്ഷേ എനിക്ക് യോജിക്കാൻ വയ്യാത്തൊരു കാര്യം, റിവൈവൽ വാസ്തവത്തിൽ നടന്നത് എന്ന് പറഞ്ഞാൽ സഭ സ്ഥാപിക്കപ്പെടുന്നത് പെന്തക്കോസ്ത് ദിനത്തിൽ. ഓൾഡ് ടെസ്റ്റമെന്റിൽ അതൊരു കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു റിലീജൻ, സഭയല്ല, കർത്താവിൻ്റെ ശരീരമല്ല. ഇസ്രായേൽ കർത്താവിൻ്റെ ശരീരമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. പുതിയ നിയമത്തിലാണ് അത് സഭയായിട്ട് കർത്താവിൻ്റെ ശരീരം, നിങ്ങൾ ഓരോരുത്തരും അവയവങ്ങൾ. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ സാധിച്ച ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോഴാണ് അവരെല്ലാം യൂണിറ്റി വന്നത്, ഒരേ ശരീരത്തിലെ അംഗങ്ങൾ എന്നുള്ള ആ ഒരു ബോണ്ടിങ് വന്നത് ആ പെന്തക്കോസ്ത് ദിനത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കർത്താവിന്.